ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ, അഞ്ജുൻ്റെ കല്യാണത്തിൻ്റെ 2 ദിവസം മുന്നേ നമ്മൾ അങ്ങോട്ട് പോവാം. വി ആർ ഗോയിങ് ടു മലപ്പുറം. പറമ്പിൽ ബസ്സായിരുന്നു മാവൂരേക്ക് ബസ് കയറി. അവിടുന്ന് നമ്മൾ സ്റ്റാൻഡിലോട്ട് നടക്കുകയുണ്ടായതേ. ആൻഡ് ഡു യു ഹാവ് ദിസ് ഹാബിറ്റ്, അതായത് ബസ്സിൽ പാട്ട് വെക്കുമ്പോൾ ഇല്ലാത്ത കമുകിനിയോ ആലോചിച്ചിട്ട് ഇങ്ങനെ ബ്ലഷ് അടിക്കുന്ന സ്വഭാവം. പിന്നെ കർത്താവിൻ്റെ അടുത്ത് കുറച്ച് കാര്യം പറഞ്ഞ് പുതിയ സ്റ്റാൻഡിലോട്ട് കയറി. അവിടെ അച്ഛൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ സൺകിസ്റ്റ് അടിക്കുമ്പോഴേക്ക് ഇങ്ങനെ ടാൻ അടിക്കുന്ന പ്രശ്നം നിങ്ങൾക്കുണ്ടോ? ഐ ഓൾവേസ് ഹാവ് ദിസ് പ്രശ്നം. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ അപ്പം തന്നെ പിമ്പിളും പൊന്തും. അച്ഛൻ വന്നിട്ട് മലപ്പുറത്തേക്ക് ബസ് കയറ്റി തന്നപ്പം ഐ ഫെൽ ലൈക്ക് ഇനിയിപ്പോൾ എനിക്ക് 40 ആയാലും ഹി വിൽ ഡൂ ദ സെയിം. ഫോർ ഹിം ഐ എം ഓൾവേസ് എ കിഡ്. ദിസ് ഈസ് തസ്നി, അഞ്ജുൻ്റെ ഫ്രണ്ടും മെഹന്തി ആർട്ടിസ്റ്റും പിന്നെ അത്യാവശ്യം ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന കുട്ടി. Hi. How do you feel? നല്ല ഫീലാസ് ഒന്നും പറയുന്നില്ല. ആകെ തിരക്കാണ്. ചേച്ചി കല്യാണം കഴിച്ച് പോകുന്നതിനുള്ള And here comes our Prabhu from Munnar. മറ്റാളെന്താ വരാത്ത രണ്ടാളോ? നല്ല ക്ഷീണിച്ച് കിടിയാണ്. Hi guys. And here I am, all set for പിറ്റേന്നത്തെ ടെമ്പിൾ ഷൂട്ട്. നീ കേട്ടോ വീഡിയോയാ യൂട്യൂബിലിടാനാ? ഓടും. 5 ലക്ഷം. ഓ തുടങ്ങി. ഹായ് ബ്യൂട്ടിഫുൾ റൈറ്റ്. എൻ്റെ വ്ളോഗ് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടും അറിയാം എനിക്ക് പച്ചപ്പും ഹരിതാപയും ഭയങ്കര വീക്ക്നെസ്സാണ്. കാരണം അവളുടെ നാട് ഈസ് സോ ബ്യൂട്ടിഫുൾ. നമ്മൾ ടെമ്പിളിലോട്ട് പോവാട്ടോ. എൻ്റെ കൈ ശിവറയ്യടോ, അതാ പ്രശ്നം. അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുതു പ്രാർത്ഥിച്ചപ്പോഴേക്കും അഞ്ജുവിൻ്റെ കസിൻസും പിന്നെ ഫോട്ടോഗ്രാഫർ ഏട്ടൻ അവളെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും ഒക്കെ എത്തി. ഒരു ഭാഗത്ത് അഞ്ജുവിൻ്റെ ഫോട്ടോസും വീഡിയോസും തകൃതിയായിട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ഭാഗത്ത് ഞാൻ എൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുപ്പിക്കുന്നുണ്ടായിരുന്നു. ദ തിങ് ഈസ് ദീസ് ഡേയ്സ് ഐ എം ഫാളിങ് അഗെയിൻ ആൻഡ് അഗെയിൻ ഫോർ മൈസെൽഫ്. അവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവാ. എനിക്ക് ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് തരണേ. ഓ സെറ്റിങ് എടുത്തരാം. നമുക്ക് വേഗം പോയിട്ട് വേഗം വരാം. അതർവൈസ് അയ്യോ ഇത് കുറച്ച് ടാസ്കാ. ഒക്കെ എടുത്തരാം. നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ പ്ലേസ്. അമ്പലത്തിൻ്റെ മുന്നിൽ കുളം, പിന്നെ ഹിഡൻ സ്പോട്ട്. ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം ഇവിടെ ഞങ്ങൾക്ക് കമ്പനിക്ക് കുറേ കുട്ടിപ്പട്ടാളുണ്ടായിരുന്നു. 4 വന്നു. ഇല്ല കളിക്കാൻ വിളിച്ചിട്ട് ആളെ പറ്റിക്കണം. ഞാൻ ഗ്രീൻ. മറവി കാരണം ഒരു സ്ഥലം കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് കയറ്റി വയ്ക്കേണ്ടി വന്നു. അതിന് മേലോട്ടോട്ട് പോയി വരുന്ന വഴിയാണേ. പിന്നെ ഈവനിങ് ആയപ്പോഴേക്ക് ഞങ്ങൾ പാർട്ടിക്ക് റെഡിയായി. നല്ല മഴക്കാറായി പോയില്ലേ. ഹലോ, നിന്റെ പേരെന്താ? എന്റെ പേരും ഗൗരി. നോ, നന്ദന വേറെ, ഗൗരി വേറെ.
ആ ഏ എന്ന് വെച്ചിട്ട് എന്താ? ഓ നമ്മൾ സെയിം നന്ദന. പക്ഷെ നന്ദന ഗൗരി വേറെ സെപ്പറേറ്റാ. ഗൗരി നന്ദന അല്ല, ഇത് രണ്ടും വേറെ വേറെ പേരാ. അതെങ്ങനെയാ? ഹലോ. ഗൗരി ഒരേതാ എടി ഗൗരി വേറെ പേര്. ശരിക്കത്തെ പേരെന്താ? നന്ദന ഗൗരി. ഗൗരി നന്ദന 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 ടി. നോ, ആക്കി ഏത് പേര് ഇഷ്ടമായേ? നന്ദന ഒരു ഗൗരി. നന്ദന ഉറപ്പാ? നന്ദന ഒരു ഗൗരി. ഒന്നുകൂടി നന്ദന എനിക്കോ? നന്ദന എന്താ? എനിക്ക് നന്ദന. അതോ ഞങ്ങളവിടെ ചേച്ചിന്റെ ഇത്ര അല്പണ്ടേ. ആ ചേച്ചി ഞങ്ങളെ കൂടെ കളിക്കാൻ വരും. അങ്ങനെ കുറേ വരും. അപ്പൊ ഞാൻ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് പരീക്ഷ തുടങ്ങി. നാളല്ല മറ്റൊന്ന് പരീക്ഷ തുടങ്ങുക. ഇപ്പൊ ഒരു കുറച്ച് ദിവസം കളിക്കാൻ. അപ്പൊ ഞങ്ങള് എന്തായി ബൈ ടാറ്റാ ടാറ്റാ. കട്ട് ചെയ്തോ? അയ്യോ മതി. ഹാളിൽ ആൾക്കാരിങ്ങനെ വന്നു തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് അമ്മായിനെയും ഒപ്പേനെയൊക്കെ കണ്ടു. നല്ല എന്ത് മാരേജാന്ന് പറഞ്ഞു? രജിസ്റ്റർ മാരേജ് ആണെന്ന് പറഞ്ഞു. യുവർ ഡാഡി മമ്മി, പ്രഭേൻ്റെ ഡാഡി മമ്മി പ്ലീസ്, എല്ലാത്തിനേക്കാളും നല്ല രജിസ്റ്റർ മാരേജ് ആണെന്ന് പറഞ്ഞു. ഇവിടെ ദക്ഷിണ നടക്കാൻ പോവാണ്. അതിൻ്റെ നല്ലത് നമുക്ക് സ്റ്റേജിൽ കാണാം. അഞ്ജു ആൻഡ് അതോടെ സുന്ദരിമാരായിട്ട് സ്റ്റേജിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്തുള്ള സുമംഗലി പറഞ്ഞ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി ഉണ്ടായത്. ഇല്ല മോനെ, സൂപ്പറാ. സ്റ്റേജ് തുടച്ചിട്ടല്ലേ? ഞാൻ തുടച്ചില്ല. കുട്ടമ്മ